വിശ്വസ്നേഹത്തിൻ തത്വമോതും കലാകൈരളി കടവൂരിനു കാതലായി മേവും കലാകൈരളി വിശ്വമാനവിക ലോകത്തോടും വിശ്വമാനവികത ലോകത്തോടും ഇവിടം ധന്യം ശ്രേഷ്ഠം. വിശ്വസ്നേഹത്തിൻ തത്വബോധം കലാകൈരളി കടവൂരിനു കാതലായി മേവും കലാകൈരളി വിശ്വമാനവികത ലോകത്തോടോതും ഇവിടം ധന്യം ശ്രേഷ്ഠം. കലാകൈരളിയെ കുറിച്ച് ഒരു രണ്ടുപേരി സ്റ്റേജിന്റെ പിന്നിലിരുന്നപ്പോൾ എഴുതിയതാണ്. കാരണം ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെയും സ്നേഹം, എല്ലാവരുടെയും നന്മ, എല്ലാവരുടെയും കൂട്ടായ്മ ലോകത്ത് നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്നത് എന്തോ അതെനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ടുപേരി എന്തോ എഴുതി എന്തോ പാടി എന്ന് വിചാരിച്ചാൽ മതി. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഇതും കൈക്കോട്ടുമായി വിഷുക്കിളി വന്നു. ഇപ്പൊ നമ്മളൊരു മഴയ്ക്ക് കാത്തിരിക്കുകയാണ്. വിത്തിറക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട്. വീണ്ടും ഇന്ന് നമ്മൾ പഴയ കാർഷിക പാരമ്പര്യത്തിലേക്ക് മടങ്ങി പോകുന്നു. അപ്പോൾ നമുക്കെല്ലാം തിരികെ വരുമെന്നാണ് കാലം പറയുന്നത്, എൻ്റെ മനസ്സ് പറയുന്നത്. എല്ലാവർക്കും കലാകൈരളിക്കും പിന്നെ ഇന്നിവിടെ പ്രോഗ്രാമിൽ ക്ഷണിച്ച ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും കലാകൈരളിയുടെ പ്രവർത്തകർക്കും വിശിഷ്യ മാതാ പ്രോഗ്രാം ഏജൻസി ടെന്നീസേട്ടൻ എല്ലാവർക്കും ഓർക്കസ്ട്രയിലെ എല്ലാ മെമ്പേഴ്സും എല്ലാവർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര തരംഗിണി
വണ്ടിക്ക് കുറച്ച് കയ്യിലൊക്കെ കൂട്ടിയിട്ട് മമ്മൂട്ടിയുടെ ആദ്യമായിട്ട് ചെയ്യാൻ പോവാ കേട്ടോ. പപ്പ വണ്ടി കയറുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, നല്ലൊരു ഗൈഡ് കൊടുത്ത് അപ്പൊ നമുക്ക് നോക്കാം. ആ പറഞ്ഞു പപ്പ വണ്ടി കയറും. എങ്ങോട്ട് സാറേ? പെരുന്നാളോ പൂരോ വരാൻ പപ്പനെ കിട്ടില്ല. ഇത് സ്ഥലം മരുതൂർമല്ല. എന്റെ പേര് കാട്ടിപ്പള്ളി പപ്പന്ന. സാറേ കലക്കിണ്ട്, നന്നായിണ്ട്. ഈ കളിയില് പോലീസുകാർ തോറ്റതായിരുന്നു. സാറ് ഫോർവേഡ് കയറി കളിച്ചോണ്ടാ സങ്കടമുണ്ട്. പറയട്ടെ, ഒരു പെങ്ങളൂട്ടിയുള്ളത് വീട്ടിലൊറ്റയ്ക്ക. അത് പരുന്നുകാൽമ പോണ്ട് നോക്കാൻ കഴിയും സാറിന്. കഴിയണം. എങ്ങനെ മരിച്ചത്? മലവെള്ളം കുത്തിയിരിക്കുന്ന പുഴ ഒറ്റയ്ക്ക് നീന്തി കിടക്കണ കുട്ടിയോട് 6 വയസ്സുള്ളപ്പോ എന്റെ ഈ കൈ കിടന്നവണ് നീന്തലും പഠിച്ചേ. ഇതിപ്പോ നിങ്ങളുടെ നാട്ടില് ഇച്ചിക്കോണം പോകുന്ന വെള്ളത്തില് അവള് മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞ പൊറുക്കില്ല ഞാൻ. നീ രാവണനും രാക്ഷസനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കളിക്കുക. നീ കലക്കി. പക്ഷേ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി IPL ചരച്ച് നിന്റെ തലക്കിലിടാ. കമ്മീഷണറെ തേങ്ങാ മോശിച്ചാണോ ഗുണശേഖരൻ ഇന്ന് ഇവിടം വരെ എത്തി. MLA മന്ത്രിയായി കോടീശ്വരനായി. വാശിയായിരുന്നു, പകരുന്നു. പണം പണം മാത്രമാണ് ഈശ്വരൻ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ആരെങ്കിലും നമുക്കൊരു പുല്ല് ചെയ്യാൻ പറ്റില്ല.
ഞാൻ പഠിച്ചത് കോളനിയില്ല. നീ പാല് പഞ്ചാമൃത കഴിച്ച് വളർന്നെങ്കിലേ ഞാൻ വളർന്നത് പരിപ്പുള്ള കപ്പ കഴിച്ചിട്ടാ. വേടാക്കി കപ്പാനെ കാന്താരി പിടിക്കുമ്പോൾ പിടിയാൻ പിടിച്ചാണ്ട നീ ഉറങ്ങിപ്പോവും. അയ്യപ്പന്റെ പുലിക്കളി അടിമുത്ത് കണ്ണാടി കൽപാട് നീന്റെ സൈവ. അപ്പൊ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടല്ലോ, നമ്മുടെ പ്രൊഫൈലിൽ കണ്ടു അദ്ദേഹത്തെ കുറിച്ച്. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ പോസ്റ്ററിലുള്ള രൂപം എന്റേത് ഇങ്ങനെയല്ല. അതുകൊണ്ട് ആളുകൾക്ക് സംശയമുണ്ട് അത് ഞാനാണോ എന്നുള്ളത്. ഇത് ഇപ്പോ 3 ദിവസം മുമ്പ് ഞാനൊരു പടത്തിൽ അഭിനയിച്ച് അതിന്റെ ലൊക്കേഷനിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. ഇത് അടുത്ത മാസം മെയ് മാസത്തിൽ റിലീസ് ആവാൻ പോകുന്ന എന്റെ സിനിമയാണ് കല്യാണം. അതിനകത്ത് ആ വെള്ള ഇട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. ഒരു കയ്യടിയെ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ക്ലാപ്പ് വേണ്ടേ? നമ്മുടെ കാവലശ്ശേരിക്ക് അടുത്തടുത്ത പ്രദേശങ്ങൾ ഈ നാടിന് അഭിമാനമാകാൻ പോകുന്നതോട് കൂടി ഇതിനെ പറ്റി പറയാം, മുട്ടയതിനെ പറ്റി പറയാം. ഇപ്പോ ഉമർലു എന്ന് പറയുന്ന ബാബു ആന്റണി, അദ്ദേഹത്തെ ബാബു ആന്റണിയുടെ അസംബ്ലി ക്യാരക്ടറാണ്. അതോടൊപ്പം ഷൈജൽ കുറുപ്പ്, ധ്യാൻ ശ്രീനിവാസൻ, ഒരുപാട് താരനിരയുണ്ട്. അതിലൊരു ചെറിയ രൂപമാണിത്. അങ്ങനെ ഞങ്ങളുടെ മുട്ടയോടെ വന്നത്. ഓക്കെ, അവരുടെ സന്തോഷം നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്. ഒരുപാട് സിനിമകളിലൊക്കെ കാണട്ടെ. ഇനി അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് പെർഫോമൻസിലേക്കാണ്. താങ്ക് യു. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, താങ്ക് യു. അവർക്ക് വെപ്പിടിക്കും. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ കലാകൈരളി ഒരുക്കുന്ന ഈ ഒരു മനോഹരമായ പ്രോഗ്രാമിൽ എത്താൻ കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ കൈത്തൊക്കെ കാണാൻ ആരും ചിന്തിക്കുന്നു അറിയാൻ. അപ്പോ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം. ആദ്യമേ ഞാൻ പൊതുവെ എന്നെ പരിചയപ്പെട്ട് സ്റ്റേജിന്റെ മുകളിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഒരു പൂച്ചെണ്ടൊക്കെ തന്നിട്ടാണ് എന്നെ സ്വീകരിക്കാറുള്ളത്. ഇവിടെ ആരെയും കയ്യിൽ പോകുന്നുണ്ടോ? മധു, ഒരൊറ്റ കാര്യം, ഞാൻ ഇവിടെ നിന്നാണ് നമ്മുടെ മതിലിന്റെ മുകളിൽ ഇവിടെ വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക കലാകാരികളുടെ. അപ്പൊ മതിലിന്റെ മുകളിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ഇരിക്കണമെന്ന്, നിൽക്കുക ചെയ്യണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിൽ ഏറ്റവും സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ്. ഓക്കെ, ഇത് മതിലിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ അത് പൊളിഞ്ഞു അങ്ങനെയാവും. മതിലിന്റെ പോലുള്ള ആൾക്കാരൊന്നും മാറി നിൽക്കാൻ മുന്നോട്ട് വരെ ഇവിടെയൊക്കെ സ്ഥലമുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ പൂവാണ്. ആരെങ്കിലും പൂവുണ്ടോ? ഉറക്കെ പറയണം. ഞാൻ പറയാൻ എന്നെ കേൾക്കുന്നുണ്ട്. കൈ പൂവുണ്ടോ? നമുക്ക് എന്നാൽ കലാകാരികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു പൂന്തോട്ടം ഉണ്ടാക്കാം. റെഡിയാണോ? ഓക്കെ, നമ്മുടെ കലാകാരികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവരും നിങ്ങൾ 2 കൈകളൊന്ന് തൊഴുതു പിടിക്കും. ഇങ്ങനെ തൊഴുതു പിടിക്കും. തലയുടെ മുകളിലോട്ട് കേട്ട് 2 കൈകൾ എല്ലാവരും വാസന്തിയൊക്കെ കൈ പൊട്ടിച്ചോട്. എന്തിനാണ് കൃഷ്ണൻ കാണിക്കുന്നത്? ഇതാ ഇവിടെയൊക്കെ ചേട്ടന്മാരും ചേച്ചിമാരും വളരെ മനോഹരമായി നമ്മുടെ കലാകാരികൾക്ക് വേണ്ടി കൈ കൂപ്പിക്കാതെ ആരും കൈ താഴ്ത്തരുത്. ഇപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ മനോഹരമായ ഒരു സൂര്യകാന്തി പൂന്തോട്ടത്തിന് പൂമൊട്ടുകൾ വിരിഞ്ഞിട്ടില്ല. പൂമൊട്ടുകൾ കാണാം. ആടെ കുത്തിക്കളിക്കുന്ന തിന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവരും തൊഴിൽ പിടിക്കുക. ഏതാ പൂ വിടാൻ പോവുകയാണ്. 2 കൈകളെ എനിക്ക് പൂവെടുക്കാൻ നോക്കി പിടിക്കും. ഞാൻ പിടിക്കുക വാസന്തി. ഇവിടെ ആരും കൈകാട്ടത്. ഇവിടെ നിന്ന് കാണുന്നു ഞാൻ മനോഹരമായൊരു സൂര്യകാന്തി പൂന്തോട്ടം ഇവിടെ ഇങ്ങനെ വിടർന്നു നിൽക്കുകയാണ്. ചെറിയൊരു കാറ്റടിക്കുന്നത്. ചെറിയ വിളക്കം കൊടുക്കാം. പൂക്കൾക്ക് ചെറിയ വിളക്കം, കുഞ്ഞൊരിളക്കം. കാറ്റിന് ശക്തി കൂടി 2 ഭാഗത്തേക്കും ആ പൂക്കളൊന്ന് ചാഞ്ചാടട്ടെ. ഈ പൂന്തോട്ടം നമ്മുടെ പ്രിയപ്പെട്ട കലാകാരികൾക്ക് വേണ്ടി ഈ നാട്ടുകാർ ഒരുക്കിയതാണ്. ഇനി ആ 2 കൈകൾ കൂട്ടി നല്ലൊരു കൈയടി കൊണ്ട് പോരട്ടെ.
ഇത് പോരാ. ഞാനിങ്ങനെ ചമ്പടൊപ്പം ചടപടപ്പം കാര്യമില്ല. ഇങ്ങനെ പടക്കം പൊട്ടുമ്പോഴുള്ള കയ്യടിയാണ് താളത്തിനൊപ്പം വേണ്ടത്. പോട്ടെ താളം, കയ്യടി കയ്യടി കൈ ഉയർത്തി അടിക്കും. അതൊക്കെ ഈ ഭാഗത്തേക്ക് ആൾക്കാർ കൈയടിയൊക്കെ മറ്റേ സ്റ്റെപ്പ് ഉണ്ടാകില്ല. ഞാൻ അത് പ്രതീക്ഷിച്ചായിരുന്നു. ഇപ്പൊ മൂപ്പര് കാര്യം അമ്മേ കാത്തോളെ. ഈ ഭാഗത്തേക്ക് ആൾക്കാർ മാത്രം, നിങ്ങൾ ആരും കൈയടിക്കരുത്. ഈ ഭാഗത്തേക്ക് ആൾക്കാർ പവർഫുൾ ആയിട്ടുള്ള കൈയ്യടിക്കാൻ കാണും. വീട്ടിൽ കൊടുക്കേണ്ട ചേച്ചിമാരെ വസതിയെ കയ്യടി പോരട്ടെ. എല്ലാവരും കയ്യടിച്ചോളി. അവസാനത്തെ കൊട്ടാണ്. എല്ലാവരും കയ്യടി പോരട്ടെ. ഓക്കെ, താങ്ക് യു. നമുക്ക് കുഞ്ഞു മിമിക്രിയിലേക്ക് പോകും. മിമിക്രി ഇഷ്ടമല്ലേ? ഇത് പോലെ ഇഷ്ടമാണോ? അടിപൊളി. ഞാൻ ആദ്യമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഒരു പ്രോഗ്രാം മിമിക്രി ചെയ്യുന്നത് മിമിക്രി മഹാമേള എന്ന പ്രോഗ്രാമിൽ സുരാജ് കഴിഞ്ഞാലും കൂടെ അവതാരകനായി വന്ന പ്രോഗ്രാമിലാണ്. അതിനകത്ത് ഒരു ഈച്ചയുടെ ശബ്ദം അവതരിപ്പിച്ചുകൊണ്ടാണ്. അത് ആർക്കെ കണ്ട് നന്നായി ഷെയർ ചെയ്തു, അത് വൈറലായി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ എത്തിയത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ അതിന് നന്ദി പറയുകയാണ്. ഈച്ചയുടെ ഇഷ്ടമാണോ? ബിരിയാണി ഇഷ്ടമാണോ? നല്ല വെച്ചതാണോ? ഈച്ചയുടെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഈച്ചയെ ഇഷ്ടപ്പെടരുത്. അത് മോശപ്പെട്ട ജീവിയാണ്. ഒരു ബിരിയാണി ഈച്ച വന്ന് കിടത്തുന്നാൻ കഴിയോ? ഇല്ല. പക്ഷെ ഞാൻ ബിരിയാണി വന്ന ഈച്ചയെ ശബ്ദമുണ്ട്. അതുകൊണ്ട് കയ്യടി കൊടുത്തേക്ക് ഓക്കെ. ഈച്ചയുടെ ശബ്ദമാണ്. വലിയ ശബ്ദമൊന്നല്ല, കുഞ്ഞി ശബ്ദമാണ്. അങ്ങനെയാണെന്ന് തോന്നുമ്പോൾ നിരത്തിയുള്ള പടപടം എന്നുള്ള കയ്യടിയാണ്. അതാ വേണ്ടി നോക്കാം. മോണിറ്ററിന്റെ മുകളിൽ വന്നിട്ടാണ് പരിപാടി. ഈ ഗ്രൗണ്ടിൽ ഏറ്റവും സുന്ദരനായ ചെറുപ്പക്കാരനായ വിളിച്ചാൽ വേണം, പൈസ കിട്ടും, സമ്മാനം കിട്ടും. ഓടി ആരുടെ കയ്യിലുള്ള അപ്പുറത്താ വാ. നല്ലൊരു കയ്യടി കൊടുക്കും. വേദിയിലേക്ക് വിളിച്ചപ്പോൾ വന്നു. ആദ്യം നമ്മൾ കയ്യടി കൊടുക്കേണ്ടത്. കാശിനെ കൊണ്ടസായി കൊടുക്കുക. ആണെങ്കിൽ ഒരു കൈ കൊടുക്കുക. സത്യമായി ശ്രമിക്കാൻ മുപ്പരാണ്. ഓടിവാ, വീണ്ടും ഇങ്ങോട്ട് നീക്കി. സുന്ദരനായിട്ട് എന്നെ കാണുന്ന കുഴപ്പം. ഹലോ പറ. ഇത് ഫുള്ള് ബാറ്ററി ചാർജ് ആണല്ലോ. ഇത്ര ചാർജാണ് ഞാൻ ആക്കില്ല. ഒന്നുകൂടെ പറയും. ഹലോ ഹലോ. വളരെ മനോഹരമായിട്ടുണ്ട്. എന്താ പേര്? ഏത് സ്കൂളാണ് പഠിക്കുന്നത്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എത്ര കൊണ്ടായി? എന്താ പേര്? ഏത് സ്കൂളാണ് പഠിക്കുന്നത്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എത്ര കൊണ്ടായി? ആരാണ്ട് പഠിക്കില്ലേ? എന്താ കുഞ്ഞുമോനെ പേര്? ഏത് സ്കൂളാണ് പഠിക്കുന്നത്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എത്ര കൊണ്ടായി? നീ 6ാം ക്ലാസ് എത്ര കൊണ്ടായി പഠിക്കുന്നത്? ഒരു വർഷമല്ലേ? ഞാൻ വിചാരിച്ച 6ാം ക്ലാസ്സിൽ ഇവൻ എത്ര കൊല്ലാൻ കുത്തിരിക്കുന്നത് ഓനെ കാണിക്കാൻ വേണ്ട. 6ാം ക്ലാസ്സിൽ വേണ്ട ഏത് മാഷ പഠിക്കുന്നു? ഓക്കെ, ഞാൻ അംബേദ്കർ പ്രസാദ് മംഗമല്ല. ഇവിടെ ഇതിനകത്ത് തീർച്ചയാണ്. ഇതിനെ സ്വതന്ത്രമാക്കി വിടും. കണ്ടു എന്റെ വീടിന് തൊട്ട് മുമ്പിൽ കുഞ്ചുകുറുപ്പൻ പഠിക്കുന്നു. ഇതുപോലത്തെ ചെയ്യുന്നുണ്ട്. 4ാം ക്ലാസ് എങ്ങനെ പഠിക്കുന്നു? എന്നെ കുഞ്ചുകുറുപ്പൻ വിളിച്ചാൽ എന്നെ പോലെന്നാ പറഞ്ഞത്. ഓക്കെ, ഈ ചെറിയ ഞാൻ വീട്ടിൽ ഒരു ദിവസം പുറത്തേക്ക് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ കണ്ണൊക്കെ ഉണർന്നിക്കേ. ഞാൻ ചോദിച്ചു, മോനെ ഇത് സ്റ്റാർട്ടായി വരാൻ 1.5 മാസം പിടിക്കുമോ? എനിക്ക് പോകാമോ? പ്രോത്സാഹനം ആള് കണ്ടല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷം. അടുത്തതാണ് കേട്ടില്ലേ? എന്തായാലും ചെറിയ മക്കളെ എപ്പോഴും പിള്ള മനസ്സിൽ കള്ളമില്ല. ഓൻ പറഞ്ഞു, ഞാൻ അംഗീകരിച്ചു. തീർന്നില്ല. 2ാമത്തെ എപ്പിസോഡിൽ ഞാൻ ചെയ്ത നായ്ക്കളെ ശബ്ദം. ഇക്കാര്യത്തിൽ എനിക്ക് കുഞ്ഞുമോന്റെ മുമ്പ് ഞാൻ വിളിക്കില്ല. കല്യാണപ്പേരൊക്കെ കാണും. ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ആളെ ഉണ്ടാവും. 100 രൂപ എങ്ങനെയുണ്ട് അവിടെ കിട്ടി ഞാൻ പോയി കളി. എത്ര കല്യാണപ്പേരിൽ ബിരിയാണി പോയിപ്പിക്കുന്നത് ഈ ചെറിയ കാലത്ത്.
എന്നാലും വേണ്ടില്ല. ആ എപ്പിസോഡ് ചെയ്ത പട്ടികളുടെ 1-2 ശബ്ദം കൂടി ഞാൻ ഇപ്പം നിങ്ങൾ ചെയ്യാൻ ഒരുപാട് 1-2 കേൾപ്പൂടെ നമുക്ക് വരാനുണ്ട്. കയ്യടി പറഞ്ഞില്ലേ, കയാപ്പ് കൊണ്ട് പോകണം, നല്ല കയാപ്പ്. ഓക്കെ, പട്ടി കുട്ടിയായിരിക്കുമ്പോൾ ശബ്ദമാണ് കുട്ടിപ്പട്ടി. നോക്കാം. വലുതായി കഴിഞ്ഞാൽ ശബ്ദം മാറി നമ്മൾ വീട്ടിൽ കെട്ടിയിട്ട് ഈ പട്ടി വീട്ടിൽ നിന്ന് വലിക്കുമ്പോൾ ഒരു സന്ധ്യാസമയത്ത് വയലിന്റെ അക്കരയിൽ ഒരു 1/2 കിലോമീറ്റർ അകലെ ഒരു പട്ടി വലിക്കും. ഈ പട്ടിയുടെ ശബ്ദം അകലെ നിന്നുള്ള പട്ടിയുടെ ശബ്ദമാണ്. ശബ്ദ വ്യത്യാസം നമുക്ക് നോക്കാം. ഇത് രണ്ടും കൂടി മത്സരം നടത്തുന്നേരോ വൈകിട്ട് നടുക്കിൽ കുറച്ച് ആൾക്കാർ കുറുക്കന്മാർ വീട്ടിൽ കൊടുക്കൂല, മനോഹരമായ സംഗീതധാര അങ്ങോട്ട് ഒഴുകുകയാണ്. നോക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരിഹാസമുള്ള ഒരേ ഒരു ജീവിയാണ്. ആരാണ്? നീ പതിവുക്കാണല്ലേ. ഞാൻ ഒരേ കൂടി വിളിച്ചു, ഞാനല്ല, കുറുക്കനാണ്. അതുകൊണ്ടാണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിൽ കുറുക്കനെ ഞാനൊരു കള്ളുകൂടിയാണ് എന്നെ അവതരിപ്പിച്ച് കള്ളുകൂടി ചോപ്പായിട്ട് ഒരു ബാറിൽ പോയി കള്ളുകൂടി ചോപ്പായിട്ട് നാട്ടുപുറത്ത് ഇറങ്ങി കച്ചറ ഉണ്ടാക്കുന്ന ഒരു കുറുക്കന്റെ കഥ പറഞ്ഞു. അതിനാണ് എനിക്ക് ആദ്യമായിട്ട് ബമ്പർ കിട്ടുന്നത്. റെഗിഡിയെ പ്രതീക്ഷിച്ചു. അത് കണ്ടാണെങ്കിൽ നന്നായിട്ട് കഴിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ കുറച്ച് സമയം മാത്രം, ഇനി നമുക്ക് ഒരുപാട്, ഞാൻ കുറേ സമയം നിങ്ങൾക്ക് 1 മണിക്കൂറിലേക്ക് പോകും. പക്ഷേ ഇവിടെ ഒരുപാട് ഇനി നിങ്ങൾ വരാണ്ട് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു സമയം കൂടി നിങ്ങൾക്ക് കയറി വരും. ഈ കുറഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരിനം ഇഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഒരു നല്ല കയ്യടി, നേരത്തെ പോലെ മേലോട്ട് കയ്യർത്തിയിട്ടാണ് ഇതിൻ്റെ കയ്യടി കാണുന്നത്. Thank you so much.
இது சரிதானா சிக்க வைக்கிற தவக்க வைக்கிறியே நீ ஜோரா சொக்க வைக்கிற சொல்ல வைக்கிறியே நீ அழகா பத்த வைக்கிற பதர் வைக்கிறியே இது முதுதானா ஒத்த பார்வை நெஞ்சுக்குள்ள ஊசி நூலும் பொறுக்குதடி தத்து பத்து சிற்பில்லெல்லாம் பத்து நிலவு தெருக்குதடி கை கையில் ஆடிக்கிட்டு உன்னோட நான் வர நை கையில் பேசிக்கிட்டு உன்னோட சேர்ந்து வர இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா அப்படி போடு 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 அஸ்தி போடு கண்ணாலே இப்படி போடு
നീ രാവണനും രാക്ഷസനും മനുഷ്യനും മക്കൂടി ചേർന്ന് കളിക്കുക. നീ കലക്കി. പക്ഷേ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി ഐപിഎസിൽ ചരച്ച് നിന്റെ തലക്കിലിടാ കമ്മീഷണറെ. തേങ്ങ മോഷിച്ചാണോ ഗുണശേഖരൻ ഇന്ന് പടം വരെ എത്തി. MLA മന്ത്രിയായി കോടീശ്വരനായി എന്റെ വാശിയായിരുന്നു. പകരുന്നു പണം മാത്രമാണ് ഈശ്വരൻ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ആരെങ്കിലും നിനക്കൊരു പുല്ല് ചെയ്യാൻ പറ്റില്ല. നീ എന്ത് കറക്കില്? എടി കൂലിന്റെ മോളെ, നീ പഠിച്ചത് കോളേജിലാണെങ്കിലേ ഞാൻ പഠിച്ചത് കോളേജില. നീ പാല് പഞ്ചാമൃത കഴിച്ച് വളർന്നെങ്കിലേ ഞാൻ വളർന്നത് പരിപ്പുള്ള കപ്പ കഴിച്ചിട്ടാ. വേണാക്കി കപ്പന കാന്താരി പിടിക്കുമ്പോൾ പിടിയാൻ പിടിച്ചാണ്ട നീ ഉറങ്ങിപ്പോവും. അയ്യപ്പന്റെ അടുത്താണ് പുലിക്കളി അടിമുത്ത് കണ്ണാടി കൽവാണ് നീ എന്റെ സൈലമാ.
കണ്ടില്ലേ സാർ, വേലായുധനെ യാത്ര അയക്കാൻ മുള്ളൻകൊല്ലി മുഴുവൻ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല. സാറേ, സാർ നാം നിൽക്കുന്ന കുട്ടി ആരാന്നറിയോ? നമ്മുടെ കേളപ്പേട്ടന്റെ മുകളിലില്ല. സാറ് ചോദിക്കും, ആരായി കേളപ്പേട്ടൻ?